ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശിവന്റെ കഥാകഥനം. പങ്ക്തികന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റും വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്കയെന്നേ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ. മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം. ഇന്ദ്രനീലാഭം പരമിന്ദിരാമനോഹരമന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം. വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സത്സേവിതം. മേരുസന്നിഭ കിരീടോദ്യൽ കുണ്ടലമുക്താഹാര കേയൂരാംഗത കടകകടിസൂത്രവലയാങ്കുലീയഗാദ്യഖില വിഭൂഷണ കലിതകളേബരം കമലാമനോഹരം. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ.
മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗത്പദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ സത്യജ്ഞാനാനന്ദാനന്ദാമൃതദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ സ്വാധ്യായ തപോദാനയജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമുറുനാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവത്പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിൻ തിരുവടിയുടെ ശ്രീപാദാംബുജ ദ്വന്ദ്വമന്തികേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം ത്വദ്ഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണയുണ്ടാവാനായി തരിക വരം നാഥ കരുണാകര പോറ്റി ശരണം ദേവാ രമാരമണ ധരാപതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരാ ചിന്മയാ പരാപരാ പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം മധുരതരമതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോഴെല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടെ കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടു സരസേരുഹഭവനീ വണ്ണമുണർത്തിച്ചു നിൻ തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതോ പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം
മുഴുത്തിരിക്കും നിധിക്കാലും നാഥ. പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗത്പദേ. മദ്ദത്തവരബലദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗത്പതേ. നിൻ തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിന്നു മധുരിപോ ചന്തളിരടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിദ്ധമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായിതുവരം സുപ്രസന്നേന മയാ തതുവച സത്യം കർത്തുമുദ്യോഗമദ്യൈവ മേ. കശ്യപൻ ദശരഥനാംനാ രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ഠത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകുമതിഥി കൗസല്യയും തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിത്സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി. യോഗമായാ ദേവിയും ജനകാലയേ വന്നു കീകസാത്മജകുലനാശകാരിണിയായി. മേദിനി തന്നിലയോനിജയായുണ്ടായി വരും ആദിതേയന്മാർ കപിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാലെന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആദിതേയന്മാരെല്ലാം ആധിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ
മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാതി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശാന്വയേ സാദരമയോധ്യയിൽ. വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി. ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുധാനവീരന്മാരോടു യുദ്ധം ചെയ്വതിനോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ. സുത്രാമാദികളോടു പത്മസംഭവൻ നിജ ഭർതൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും പുക്കു സത്വരം ധരിത്രിയുമസ്തസങ്താപമതിസ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവത വൃക്ഷോപലയോധികളായുന്നത പർവത തുല്യ ശരീരന്മാരായ നാരദം. ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവകവൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ. പങ്ക്തികന്ധര മുഖ രാക്ഷസവീരന്മാരാൽ. പങ്ക്തികന്ധരമുഖൻ രാവണൻ. രാവണൻ തുടങ്ങിയ രാക്ഷസവീരന്മാരാൽ സന്തതം എന്നും ഭാരേണ സന്തപ്തയാം വല്ലാതെ ഭാരം കൂടി ദുഃഖിതയായ ഭൂമിദേവി ഗോരൂപം പൂണ്ട് ദേവതാപസഗണത്തോടും ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരോടും മറ്റ് മുനിമാരോടും സാരസാസന ലോകം, സാരസാസനൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ ആ ബ്രഹ്മലോകം പ്രാപിച്ച് കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോട് അറിയിച്ചാൾ. വിധാതാവ് ബ്രഹ്മാവ്. തങ്ങളുടെ സങ്കടം മുഴുവൻ എല്ലാവരും ചേർന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം ബ്രഹ്മാവും ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് വേദനായകനായ നാഥനോടിവ ചെന്ന്, വേദനായകനായ നാഥൻ സാക്ഷാൽ മഹാവിഷ്ണു, ഭഗവാനോട് ഇത് ചെന്ന് വേദനം ചെയ്യുക എന്നേ, വേദനം നിവേദനം, ഭഗവാനോട് പറയുകയല്ലാതെ മറ്റൊരു കഴിവില്ല, വേറെ ഒരു നിവൃത്തിയുമില്ല. ഇപ്രകാരം സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി. ഇവിടെ ശിവനാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ശിവൻ പറഞ്ഞത് ഞാനടക്കം ഉള്ള ദേവന്മാരെ, അതാണ് നമ്മെ കൂട്ടിക്കൊണ്ട്
ഞങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആ ആരൂഢഖേദം, അത്രയും ദുഃഖിച്ചിരിക്കുന്ന എല്ലാ ദേവന്മാരോടും കൂടെ ആ സാരസ്വോദ്ഭവൻ ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ എവിടെ പോയി എന്ന് പറയുന്നു? ക്ഷീരസാഗര തീരം പ്രാപിച്ചു. അവിടെ ആ പാലാഴിയുടെ തീരത്ത് ചെന്നിട്ട് ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ആ പോയ എല്ലാവരോടും കൂടെ സാക്ഷാൽ ശ്രീനാരായണനെ ഭക്തിയോടെ സ്തുതിച്ചു. ഇവിടെ സ്തുതിച്ചത് ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട്. പുരുഷസൂക്തം എന്നത് ആ വിരാട് സ്വരൂപനായിരിക്കുന്ന ഭഗവാനെയാണ് വർണ്ണിക്കുന്നത്. അപ്പോ ഭഗവാന്റെ പാദതലം മുതൽ, പാദതലമാണ് പാതാളം, അവിടുന്ന് അങ്ങോട്ടുള്ള ഭഗവാന്റെ ആ രൂപം, ഈ 14 ലോകങ്ങളാകുന്ന ഭഗവാന്റെ ആ രൂപത്തെ ഭാവന ചെയ്തുകൊണ്ട് ആ ഓരോരോ ഭാഗത്തെയും വർണ്ണിച്ചുകൊണ്ട് അങ്ങനെ പുരുഷസൂക്തം ജപിച്ചുകൊണ്ട്, പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. ശ്രീ നാരായണനെ അങ്ങനെ സേവിച്ച് കുറെ സമയം അങ്ങനെ പോയി. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ച്, 10,000 സൂര്യന്മാർ ഒന്നിച്ച് കിഴക്കുതിച്ചുയരുന്നതുപോലെ അത്രയും തേജസ്സോടുകൂടി പത്മസംഭവൻ തനിക്കൻപോട് കാണായി വന്നു. ആ പത്മസംഭവൻ തനിക്ക്, പത്മത്തിൽ നിന്നും ജനിച്ച, താമരയിൽ നിന്നും ജനിച്ച ആ ബ്രഹ്മാവിന് മുൻപിൽ കാണായി വന്നു. അത്രയും ആഹ്ലാദം ജനിപ്പിച്ചുകൊണ്ട് മുമ്പിൽ കണ്ടു. പത്മലോചനനായ പത്മനാഭനെ മോദാൽ. പത്മലോചനൻ താമരക്കണ്ണൻ, താമരക്കണ്ണനായിട്ടുള്ള ആ ഭഗവാനെ മുന്നിൽ എല്ലാവരും കണ്ടു. മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം. മുക്തരായ സിദ്ധയോഗികൾക്ക് പോലും ചിലപ്പോൾ ദുർദർശമാണ്, എല്ലായ്പ്പോഴൊന്നും ഭഗവാനെ കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആ മനോഹരമായ ഭഗവത് രൂപം ചന്ദ്രികാമന്ദസ്മിത സുന്ദര ആനന പൂർണ്ണചന്ദ്രമണ്ഡലം അരവിന്ദലോചനം. അപ്പൊ ഭഗവാന്റെ മുഖത്തിന്റെ ആ തിളക്കം, ചന്ദ്രിക, നല്ല നിലാവ്, പൂർണ്ണചന്ദ്രന്റെ ആ ഒരു നിലാവ് പോലെയുള്ള മന്ദസ്മിതം, അതിനാൽ സുന്ദരമായ മുഖം, അതിങ്ങനെ പൂർണ്ണചന്ദ്രമണ്ഡലം, പൂർണ്ണനായിട്ടുള്ള ആ തെളിഞ്ഞ ചന്ദ്രനെപ്പോലെ അത്രയും മനോഹരമായിട്ടുള്ള തിളങ്ങുന്ന അരവിന്ദലോചനം, അവിടെ താമരക്കണ്ണ്, നല്ല വിടർന്ന കണ്ണുകളോടും അങ്ങനെയുള്ള ദേവം, ആ ഭഗവാനെ, ഭഗവാന്റെ ശരീരത്തിന്റെ നിറം ഇന്ദ്രനീലാഭം, ഇന്ദ്രനീലക്കല്ലിന് തുല്യമായ ആഭ ശോഭ, അത്രയും ശോഭയോടുകൂടിയ പരമിന്ദിരാമനോഹര മന്ദിര വക്ഷസ്ഥലം. ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ, വക്ഷസ്സിലാണ് ദേവി, ഇന്ദിരാദേവി അവിടെ കുടികൊള്ളുന്നത്. അങ്ങനെ ഇന്ദിരാദേവി കുടികൊള്ളുന്ന മനോഹര മന്ദിരം, ദേവിയുടെ മന്ദിരം ഭഗവാന്റെ വക്ഷസ്ഥലമാണ്. അപ്പൊ അത്രയും മനോഹരമായ ആ വക്ഷസ്ഥലം വന്ദ്യം ആനന്ദോദയം, അത് വന്ദിക്കപ്പെടേണ്ടതാണ്, മനസ്സിന് ആനന്ദത്തെ തരുന്നതാണ്. വത്സലാഞ്ചന വത്സം, തന്റെ ഭക്ത വാത്സല്യത്തിന്റെ അഞ്ജനം, ഒരു തെളിവെന്ന പോലെ ആ വക്ഷസ്സിലുള്ള ശ്രീവത്സം. മുൻപ് ഭൃഗുമുനി ഏറ്റവും സാത്വികരായിട്ടുള്ള, സാത്വിക ഗുണം ഈ ത്രിമൂർത്തികളിൽ ആർക്കാണ് എന്ന് പരീക്ഷിക്കാൻ ചെന്ന് ശ്രീ മഹാവിഷ്ണുവിന്റെ ആ ഒരു വക്ഷസ്സിൽ ചവിട്ടിയപ്പോൾ അപ്പോഴും ദേഷ്യപ്പെടാതെ മുനിയോട് അങ്ങയുടെ കാലിന് വേദനിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഭക്തവാത്സല്യം കാണിച്ചതിന്റെ ഒരു അടയാളം എന്ന പോലെ ഭഗവാന്റെ വക്ഷസ്സിലുള്ള ആ വലിയ മറുകാണ് ശ്രീവത്സം.
അങ്ങനെയുള്ള ആ ശ്രീവത്സം തിളങ്ങുന്നു. പാദപങ്കജ ഭക്തവത്സലം, ഭക്തന്മാർക്ക് അത്രയും ഭക്തന്മാരുടെ മനസ്സിൽ എപ്പോഴും തെളിയുന്നത് ഭഗവാന്റെ പാദപങ്കജമാണ്. ആ താമര പോലെയുള്ള ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങൾ, പാദമാണ്. സമസ്ത ലോകോത്സവം, ഈ ലോകത്തിലെ മുഴുവൻ ഭക്തന്മാർക്കും ഒരു ഉത്സവത്തെ, മനസ്സിന് ആഹ്ലാദത്തെ തരുന്നതാണ് ഉത്സവങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു ഉത്സവത്തെ ഉണ്ടാക്കുന്ന സത്സേവിതം, സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്ന ഭഗവാന്റെ ആ ഒരു പാദാരവിന്ദങ്ങൾ. മേരുസന്നിഭ കിരീടോദ്യൽ, മേരുസന്നിഭം, സുമേരു പർവ്വതം പോലെ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന കിരീടം. കുണ്ടല മുക്താഹാര കേയൂര അംഗദ കടക കട്ടിസൂത്രം, കുണ്ടലം ഭഗവാന്റെ കമ്മലുകൾ, മകരമത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഭഗവാന്റെ കമ്മലുകൾ. അങ്ങനെയുള്ള കമ്മലുകൾ. അതുപോലെ മുക്താഹാരം, മുക്തം മുത്ത്, മുത്തുകൊണ്ടുണ്ടാക്കിയ ഹാരം, മാല. കേയൂരം തോൾവളകൾ, അംഗദം കൈവളകൾ, കടകം കാൽവളകൾ, കാൽത്തളകൾ, കടിസൂത്രം അരഞ്ഞാണം, കടിസൂത്ര വലയം, അങ്ങനെ അരഞ്ഞാണം ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ അങ്കുലീയകാദ്യഖില വിഭൂഷണം, അങ്കുലീയകം വിരലുകൾ, വിരലിലെ മോതിരം. അപ്പൊ അങ്കുലീയകാദ്യഖില വിഭൂഷണ കളിത കളേബരം, ഇത്രയും മനോഹരമായിട്ടുള്ള എല്ലാ ആടയാഭരണങ്ങളോടും മുത്തുമാലകളും വനമാലയും ഒക്കെ അണിഞ്ഞ ആ സുന്ദരമായ ഭഗവാന്റെ തിരുമേനി കമലാമനോഹരം, ആ ലക്ഷ്മീ ദേവിയോടും കൂടെ മനോഹരമായിട്ടിരിക്കുന്ന കരുണാകരം ആ ഭഗവാനെ കണ്ടു പരമാനന്ദം പൂണ്ടു. ഭഗവാനെ നേരിട്ട് ദർശിച്ചപ്പോൾ എല്ലാവർക്കും അത്യധികമായ ആനന്ദത്തെ ഉണ്ടായി. ശ്രീനാരായണനെ നേരിൽ കണ്ട ആ ബ്രഹ്മാവ്, സരസീരുഹ ഭവൻ ബ്രഹ്മാവ്, മധുര സ്ഫുടാക്ഷരം, മധുരമായ ശബ്ദം, സ്ഫുടമായ അക്ഷരങ്ങളോടുകൂടി സരസപദങ്ങളാൽ നല്ല പദവിന്യാസം കൊണ്ട് സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിൻ അരുതാത്തൊരു പാദാംബുജം, മോക്ഷാർത്ഥികളായിട്ടുള്ള സിദ്ധന്മാർക്കും യോഗികൾക്ക് പോലും സാക്ഷാത് എന്നാൽ നേർക്ക്, നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ കാൺമതിന് അരുതാത്തൊരു, വളരെ ദുർലഭമാണ് ഭഗവാന്റെ ദർശനം കിട്ടാൻ. അങ്ങനെയുള്ള അങ്ങയുടെ പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗത്പതേ, ഞാനിതാ നമസ്കരിക്കുന്നു. നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാന അനന്ത ആനന്ദ അമൃത അദ്വയം ഏകം, സത്യസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, അനന്തനാണ്. എത്രയെന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും ആ ഒരു സ്വരൂപം, ഭഗവാന്റെ വിരാട് സ്വരൂപം അനന്തമാണ്. ആ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അറിയുമ്പോൾ ആനന്ദമാണ്. അത് അമൃതാണത്, അദ്വയനാണ്, ഏകൻ. ഇതൊക്കെ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടും വിശ്വനായകാ പോറ്റി നിത്യവും നമോസ്തുതേ. ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും അല്ലയോ നാരായണ അങ്ങ് തന്നെ. 3 രൂപം പൂണ്ടിട്ട് ത്രിമൂർത്തികളായി വന്ന് ഇതൊക്കെ ചെയ്യുന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. ഇങ്ങനെയുള്ള അങ്ങയെ അറിയാൻ സ്വാധ്യായ തപോ ദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും. ഭഗവാനെ അറിയാൻ
സ്വാധ്യായം, നമ്മൾ രാമായണം, ഭഗവത്ഗീത, നാരായണീയം തുടങ്ങിയ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും വായിച്ച് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതൊരു യജ്ഞമായിട്ട് ചെയ്യുക. ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു യജ്ഞമായിട്ട് നമ്മൾ കരുതണമെന്ന്. ഇനി തപസ്, അതൊരു യജ്ഞമാണ്. ദാനം, ദാനധർമാദി കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള കർമ്മങ്ങളാൽ പോലും സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. ഇതൊക്കെ നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിക്കാനുള്ള വഴികളാണ്. എന്നാൽ പോലും പൂർണ്ണത കിട്ടുകയില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ എന്തു വേണമെന്ന് പറയുന്നു? മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവത് പാദഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ ആവതില്ല. ഭഗവാനെ, ഇതൊക്കെ ചെയ്താൽ പോലും ആ ഒരു കൃപ, ഭഗവാന്റെ കൃപ കൊണ്ട് നേടുന്ന ആ നിഷ്കളങ്കമായ നിഷ്കാമമായ ഭക്തി, അത് ഉണ്ടെങ്കിൽ മാത്രമേ ആ മുക്തിയെ സിദ്ധിക്കുകയുള്ളൂ. അത് ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി കൊണ്ട്, അതല്ലാതെ ഭക്തി കൊണ്ടൊഴിഞ്ഞ്, അതായത് അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് നിൻതിരുവടിയുടെ ശ്രീ പാദാംബുജ ദ്വന്ദ്വം, അങ്ങയുടെ ആ രണ്ട് കാലുകളും, ആ തിരുപാദങ്ങൾ എപ്പോഴും അന്തികെ കാണായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ. ഇപ്പോൾ എനിക്കത് നേരിൽ കാണാൻ സാധിച്ചു. എന്നാൽ പോലും ബ്രഹ്മാവ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രഹ്മാവിനെ അങ്ങോട്ട് ചൊല്ലാൻ പോകുന്നത്. നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലർക്കും സംശയമാണ്. ഇനി വരാൻ പോകുന്ന കുറച്ചു വരികൾ അത് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉചിതമാണ്. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ, ആ ഒരു സാത്വികരായിട്ടുള്ള താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ. എപ്പോഴും അവരുടെ മനസ്സിൽ, അവരുടെ ബുദ്ധി കൊണ്ടും ഒക്കെ അവർ ഉള്ളിൽ ധരിക്കുന്ന, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. അപ്പോൾ ഭക്തി വരാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. അതിനാണ് ഇങ്ങനൊരു പ്രാർത്ഥന. ചേതസി സദാകാലം, അങ്ങനെ ഒരിക്കൽ മാത്രം അങ്ങനെ ഒരു ദർശനം അല്ലെങ്കിൽ മനസ്സിൽ ധരിച്ചാൽ പോരാ. സദാകാലം, അല്ലയോ ഭക്തവത്സല പോറ്റി, അതെന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ ആ പാദകമലങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു കാണണം. ഇത് എന്തിനും കൂടെയാണെന്ന് പറയുന്നു. സംസാര ആമയ പരിതപ്ത മാനസന്മാരാം പുംസാം. സംസാരം, ഈ ലോക ജീവിതം തന്നെ ഒരു ആമയമാണ്, ദുഃഖമാണ്, ഒരു രോഗമാണ്. ആ രോഗത്താൽ പരിതപ്ത മാനസന്മാർ, അത്രയും ദുഃഖിതരായിട്ടുള്ള ആ മനുഷ്യർക്ക് സന്തോഷമൊക്കെ താൽക്കാലികമാണ്. ദുഃഖങ്ങൾക്കിടയിലുള്ള ചെറിയൊരു ഇടവേളയാണ് സന്തോഷം. പക്ഷെ നമ്മൾ ആ സന്തോഷത്തെ മാത്രം എടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും സന്തോഷമാണെന്നൊക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോക ജീവിതം ദുഃഖകരമാണ്. അങ്ങനെയുള്ള ആ ലോക ദുഃഖം, ലോകം തന്നെ ഒരു രോഗമായിരിക്കുന്ന അതിനാൽ പരിതപ്തമായ മനസ്സോടുകൂടിയ പുംസാം നരന്മാർക്ക് ത്വദ്ഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും. ഭേഷജം ഔഷധം. ഭഗവാനിലുള്ള ഭക്തിയല്ലാതെ മറ്റൊരു ഔഷധവും ഇല്ല. കാരണം ഭഗവാനിലുള്ള ഭക്തിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ശരീരത്തിന് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ, വേദന അറിയാതിരിക്കാൻ അനസ്തീഷ്യ കൊടുക്കും. അങ്ങനെ ശരീരം മുഴുവൻ മരവിക്കുന്നത് കൊണ്ട് ശരീരം എങ്ങനെയൊക്കെ കീറി മുറിച്ചാലും ആ വേദന അറിയില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന അനസ്തീഷ്യയാണ് ഭക്തി. ആ ഭക്തിയാകുന്ന അനസ്തീഷ്യ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ
ഈ ലോകത്തിലുള്ള ഒരു ദുഃഖവും നമ്മെ ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങയുടെ അങ്ങയിലുള്ള ഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും, വേറൊരു ഔഷധവും ഇതിന് പകരമാവില്ല. മാത്രമല്ല ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ്, മരണമോർത്തു മമ മനസ്സി പരിതാപം. ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത് എത്രയോ കോടി വർഷങ്ങളാണ്. ബ്രഹ്മാവിന്റെ 100 വയസ്സാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അപ്പോ ആ ആയുസ്സിൽ എത്തുമ്പോഴുള്ള മരണമോർത്തിട്ട് മമ മനസ്സി പരിതാപം, അതുപോലും ബ്രഹ്മാവിനെ ദുഃഖിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോ മരണസമയത്ത് അതാണ് മരണമോർത്ത് മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. എന്തൊക്കെ ജീവിതത്തിൽ നേടുമ്പോഴും അപ്പോഴും മനസ്സിലൊരു ദുഃഖം, ഞാൻ ഈ ലോകം വിട്ടു പോകുമല്ലോ. അപ്പൊ ആ മരണസമയത്തെ കുറിച്ചുള്ള ദുഃഖം എന്നിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഭഗവാനെ. അതുകൊണ്ട് മരണകാലേ തവ തരുണ അരുണ സമചരണ സരസിജ സ്മരണ, എൻ്റെ ആ മരണകാലത്ത് ആ എഴുത്തച്ഛൻ്റെ ആ ഒരു വാക്കുകളുടെ ഘടന കൂടെയാണ് നമ്മൾ ഇവിടെ അറിയേണ്ടത്. മരണകാലേ തരുണാരുണ സമചരണ സരസിജ സ്മരണ. എന്ത് സുന്ദരമാണ്. തരുണ അരുണം, തരുണം എന്നാൽ എന്നും ഒരേപോലെ നിൽക്കുന്ന, അങ്ങയുടെ അരുണസമം ആ ഒരു ഇളം ചെമപ്പിന് തുല്യമായിട്ടുള്ള ചരണ സരസിജം പാദ കമലം, അങ്ങയുടെ താമര പോലെയുള്ള അങ്ങയുടെ പാദം, അതിനെക്കുറിച്ചുള്ള സ്മരണയുണ്ടാവാനായി ആ മരണകാലത്ത് ഭഗവാന്റെ ആ പാദകമലം എൻ്റെ മനസ്സിൽ തെളിയുവാൻ തരിക വരം നാഥ, ഭഗവാനെ എനിക്ക് വരം തരൂ. കരുണാകര പോറ്റി ശരണം ദേവ രമാരമണ, രമയുടെ വല്ലഭൻ, ശ്രീ ലക്ഷ്മിയുടെ വല്ലഭൻ, ധരാപതേ, ധര ഭൂമി, ഭൂമിയുടെയും പതിയാണ് ഭഗവാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ, പരമാത്മൻ പരബ്രഹ്മാഖ്യാ ജയ, പരചിന്മയ പരാപര പത്മാക്ഷാ ജയ, വരദാ നാരായണ വൈകുണ്ഠ ജയ ജയ. ഇതാണ് നമുക്ക് എന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണിത്. കാരണം നമ്മുടെ മരണകാലത്തുള്ള നമ്മുടെ സ്മരണയാണ് അടുത്ത ജന്മത്തിന് കാരണമായി തീരുന്നത്. അടുത്ത ജന്മത്തെ ശരിക്കും സ്വാധീനിക്കുന്നത് നമ്മുടെ ആ മരണകാലത്തെ ആ ഒരു സ്മരണയാണ്, ഓർമ്മയാണെന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് ഭഗവത് പാദങ്ങൾ മനസ്സിൽ വരണമെങ്കിൽ അതാദ്യമേ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉറയ്ക്കണം. അല്ലാതെ അന്നൊരു ദിവസം ഒന്നും നമ്മുടെ മനസ്സിൽ വരില്ല. അതുവരെ മക്കളും ഭാര്യ ഭർത്താവ് കുട്ടി അങ്ങനെയുള്ള ചിന്തകളാണ് ഉള്ളതെങ്കിൽ മരണസമയത്തും അവരെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങൾ അങ്ങനെ ഉറപ്പിക്കണം. അതിനും ഭഗവാന്റെ ആ കാരുണ്യം വേണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതാണ് ഇവിടെ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത്. ചതുരാനനൻ ഇതി സ്തുതി ചെയ്തോരു നേരം മധുരതരം അതിവിശദസ്മിതപൂർവം. അപ്പോ ഭഗവാൻ ചെറിയൊരു മന്ദഹാസത്തോടുകൂടെ അരുളി ചെയ്തു. ആ ബ്രഹ്മാവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നാഥൻ എന്തിപ്പോഴെല്ലാവരും അരുളി ചെയ്തു. നാഥൻ ഭഗവാൻ ഇപ്രകാരം ചതുരാനനൻ ബ്രഹ്മാവിനോട് ഇപ്രകാരം ചോദിക്കുകയാണ്, എന്തിപ്പോഴെല്ലാവരും ഒരുമിച്ച് എന്നെ കാണായ്മാൻ ഇവിടെ കുഴറ്റോടെ. ഇത്ര ഒരു പരിഭ്രമത്തോടുകൂടെ എല്ലാവരും എന്തു പറ്റി ഇങ്ങനെ എന്നെ കാണാൻ വരാൻ? വരുവാൻ മൂലമത് ചൊല്ലുകെന്നതു കേട്ടു. എന്താണ് കാരണം ഇങ്ങനെ വരാൻ? എന്താണ് കാരണം ചൊല്ലു എന്ന് സാക്ഷാത് ശ്രീനാരായണൻ പറഞ്ഞപ്പോൾ സരസീരുഹ ഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു. അപ്പൊ തിരിച്ച് ബ്രഹ്മാവ് ഇപ്രകാരം ഭഗവാനോട് പറയുന്നു, ഭഗവാനെ നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ, ഭഗവാനെ അങ്ങയുടെ മനസ്സറിയാതെ
മനസ്സറിയാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി. അങ്ങറിയാതെ ഇവിടെ ഒരു ഇല ചലിക്കുമോ, ഒരു അണു ചലിക്കുമോ ഭഗവാനെ എന്നിട്ടാണോ ചോദിക്കുന്നത്? അതാണ്, അങ്ങറിയാതെ എന്ത് കാര്യമാണ് ഈ ലോകത്ത് നടക്കുന്നത് എങ്കിലും ഉണർത്തിക്കാം. എന്നാലും ഞങ്ങൾ പറഞ്ഞിട്ടാണ് അങ്ങ് അറിയാൻ അത് താല്പര്യപ്പെടുന്നതെങ്കിൽ, ഞങ്ങൾ പറഞ്ഞറിയണം എന്നാണെങ്കിൽ ഇതാ പറയാം. 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിതിക്കാലം നാഥ. അല്ലയോ നാഥ, ഈ 3 ലോകവും ആകെ സങ്കടത്തിലാണ് ഭഗവാനെ എന്നാണ് തുടക്കം തന്നെ ബ്രഹ്മാവ് പറഞ്ഞത്. ഇപ്പൊ ബ്രഹ്മാവ് തുടർന്ന് പറയുകയാണ്, പൗലസ്ത്യ തനയനാം രാവണൻ. പൗലസ്ത്യൻ പുലസ്ത്യ മഹർഷിയുടെ മകൻ വിശ്രവസ്. ആ വിശ്രവസിന്റെ തനയൻ മകൻ രാവണൻ. ആ രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗത്പതേ. ഭഗവാനെ, ഈ 3 ലോകവും ഏകദേശം നശിച്ചതുപോലെയായി. എന്നാൽ ഇതിനൊക്കെ കാരണം ബ്രഹ്മാവ് പറയുകയാണ്, മദ്ദത്ത വരബലദർപ്പിതനായിട്ട്. എന്ത് ചെയ്യാനാണ്? ഞാൻ തന്നെയാണ് അവന് വരം കൊടുത്തത്. ഇപ്പൊ കഠിനമായ തപസ് അനുഷ്ഠിച്ച് ഓരോരോ വരം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് തന്നെ കൊടുത്ത വരത്താൽ, അതിൻ്റെ ആ വരബലത്താൽ ദർപ്പിതനായിട്ട്, അഹങ്കാരിയായിട്ട്, അതിനിർദയം, പിന്നീട് യാതൊരു വിധത്തിലുള്ള കാരുണ്യവും കാണിക്കാതെ, ദയയും കാണിക്കാതെ നിർദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ, എന്ത് ചെയ്യാനാണ്? ഞാൻ കൊടുത്ത വരം കാരണം ആ രാവണൻ അഹങ്കാരിയായിട്ട് ഇപ്പോഴിതാ ഈ ലോകം മുഴുവൻ നശിപ്പിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഞാനിപ്പോഴുള്ളത്. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ. ഈ ലോകപാലന്മാരെ, അഷ്ടദിക്പാലകന്മാരെയൊക്കെ ആട്ടിക്കളഞ്ഞിട്ട് അവൻ ഏകശാസനമാക്കി ചമച്ചു. അവൻ ഒരാൾ ഈ ലോകത്തിന്റെ, ഈ 3 ലോകത്തിന്റെയും, ഭൂമി, പാതാളം, സ്വർഗം, ഇതിന്റെയൊക്കെ തന്നെ ഏകശാസനം, ഏകാധിപതിയായിട്ട് അങ്ങനെ ഈ ലോകമൊക്കെ അവൻ അങ്ങനെ വാഴുകയാണ്. ഏകശാസനമാക്കി ചമച്ചു, അങ്ങനെ ആക്കി തീർത്തു ഈ ലോകമെല്ലാം. ഇനി പാകശാസനനെയും, പാകശാസനൻ ഇന്ദ്രൻ, ആ ഇന്ദ്രനെയും സമരെ യുദ്ധം ചെയ്തിട്ട് കെട്ടിക്കൊണ്ട്, ആ ഇന്ദ്രനെ കെട്ടിയിട്ട് തനിക്ക് അധീനനാക്കി വെച്ചിട്ട് നാഗശാസനവും, നാഗം സ്വർഗം, ആ സ്വർഗത്തെയും ഇപ്പോൾ ഭരിക്കുന്നത് ചെയ്തിടിനാൻ ദശാനനൻ. ആ ദശാനനൻ രാവണനാണ് ഇപ്പോൾ ആ സ്വർഗത്തെയും ഇപ്പോൾ ഭരിക്കുന്നത്. അങ്ങനെ ഈ 3 ലോകത്തിലും തന്റെ ഭരണമാക്കി തീർത്തിരിക്കുന്നു ആ രാവണൻ. ഇത് മാത്രമല്ല, യാഗാദി കർമ്മങ്ങളും മുടക്കി. ഭൂമിയിലുള്ള ഈ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ യാഗാദി കർമ്മങ്ങളൊക്കെ മുടക്കുന്നു. അത്രയല്ല, അതുമാത്രമല്ല, യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. അതാണ് സഹിക്കാൻ പറ്റാത്തത്. അവരെയൊക്കെ, കാരണം രാക്ഷസനാണ്, നരഭോജിയാണ്. അങ്ങനെയുള്ള ആ രാക്ഷസനും കൂടിയായിട്ടുള്ള ആ രാവണൻ ഇവരെയൊക്കെ ഭക്ഷിച്ചു കളയുന്നു. ഒപ്പം ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ. ഈ മുനിമാരുടെയൊക്കെ ധർമ്മപത്നികളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അവരെ തൻ്റെ അടിമകളെ പോലെ ആക്കി വെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ധർമ്മവും മറഞ്ഞിതു. ധർമ്മം പോയി ഭഗവാനെ, മുടിഞ്ഞു മര്യാദയും. ഇവിടെ ഇപ്പോ തോന്നിയതുപോലെയാണ്, രാവണന് തോന്നിയതുപോലെയാണ് ഇപ്പോ ഈ ലോകത്തിലെ കാര്യങ്ങൾ. മര്യാദയൊക്കെ ഇല്ലാതെയായി. മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധവും എന്ന രീതിയിലാണ് ഇപ്പൊ ബ്രഹ്മാവ് പറയുന്നത്. അവൻ എന്നോട് ചോദിച്ച വരം അതായിരുന്നു. മർത്യനാൽ ഒഴിഞ്ഞ്, ഒരു മനുഷ്യനല്ലാതെ എന്നെ
മറ്റാരാലും എനിക്ക് മൃത്യു വരാൻ പാടില്ല. ഇതാണ് അവൻ എന്നോട് ചോദിച്ച വരം. അത് ഞാൻ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് മുന്നേ കൽപ്പിതം ജഗത്പതേ, ഇങ്ങനെയൊക്കെ മുൻപേ അത് നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ഈ അഹങ്കാരവും. കാരണം അവനെ നേരിടാൻ തക്ക ഒരു മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിലില്ല എന്ന് അവൻ അറിയാം. അതുകൊണ്ട് ഭഗവാനെ, നിൻതിരുവടി തന്നെ മർത്യനായി പിറന്നിനി, അതുകൊണ്ട് അങ്ങ് തന്നെ ഒരു മനുഷ്യനായി പിറക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ, അങ്ങ് ആ രാവണനെ കൊല്ലാൻ സമയമായിരിക്കുന്നു. അങ്ങ് എത്രയും പെട്ടെന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കണം. സന്തതം നമസ്കാരം അതിന് മധുരിപോ, മധു എന്ന രാക്ഷസനെ കൊന്ന മധുവിന്റെ ശത്രുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അതിനൊരു പ്രത്യേകമായിട്ട് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ചെന്തളിരടിയിണ ചിന്തിക്കായി വരേണമേ, എനിക്ക് അവിടുത്തെ ആ ഒരു പാദകമലം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് ആകെ ഒരു ആശ്വാസം. പത്മസംഭവൻ ഇത്തമുണർത്തിച്ചത് നേരം പത്മലോചനൻ ചിരിച്ചരുളിച്ചെയ്താൻ ഏവം. അപ്പൊ ഇങ്ങനെ പത്മസംഭവൻ, ആ പത്മത്തിൽ നിന്ന്, താമരയിൽ നിന്നും ജനിച്ചവനായ ബ്രഹ്മാവ് ഇപ്രകാരം ഉണർത്തിച്ചത് കേട്ടിട്ട് പത്മലോചനൻ, താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ ചിരിച്ചരുളിച്ചെയ്താൻ ഏവം. ഇവിടെ ഭഗവാന്റെ ആ മന്ദഹാസത്തിന് പുറകിൽ ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിരിക്കുകയാണ് എന്ന ആ ഒരു അർത്ഥമാണ് ആ ചിരിക്ക് പിന്നിൽ. അങ്ങനെ ഭഗവാൻ പറയുന്നു, ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം, മനസ്സിന്റെ ശുദ്ധിയോടുകൂടെ എന്നെ ചിരകാലം, വളരെ കാലം സേവിച്ചു. പുത്രലാഭാർത്ഥം പുരാ, പണ്ട് ആ കശ്യപ പ്രജാപതി അവരുടെ മകനായി ഞാൻ ജനിക്കണം എന്ന ആ ഒരു ആഗ്രഹത്തോടെ പുത്രലാഭാർത്ഥം അവരെന്നെ വളരെ കാലം ചിത്തശുദ്ധിയോടെ സേവിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് ഭഗവാനെ സേവിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ സേവിച്ച് നമുക്ക് കാര്യം നടക്കണമെങ്കിൽ ചിത്തശുദ്ധിയോടെ പ്രാർത്ഥിക്കണം. ഇവിടെ ഭഗവാൻ മകനായി ജനിക്കുക എന്നത് അതൊരു അനുഗ്രഹമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ആഗ്രഹങ്ങൾ പോലെയല്ല. അതേസമയം മറ്റുള്ള ലൗകികമായ ആഗ്രഹങ്ങൾ നമ്മുടെ ചിത്തത്തെ അശുദ്ധമാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചിത്തശുദ്ധിയോടെ, അവിടെ മറ്റ് അർത്ഥവും എടുക്കാം, അസൂയ, അതുപോലെ ദുരാഗ്രഹങ്ങൾ, മറ്റുള്ളവരെ കുറ്റം പറയുക, ഇങ്ങനെയുള്ള യാതൊരുവിധ ദുർഗുണങ്ങളും ഇല്ലാത്ത മനസ്സോടെ എന്നും എടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചിത്തശുദ്ധിയോടെ വേണം ഭഗവാനെ ഭജിക്കാൻ. അങ്ങനെ ഭജിച്ച കശ്യപ പ്രജാപതിക്ക് ദത്തമായതു വരം, ഞാൻ ഒരു വരം കൊടുത്തിരുന്നു. സുപ്രസന്നേനമയ, എന്നാൽ, ബൈ മീ എന്ന അർത്ഥമാണ്. എന്നാൽ അങ്ങനെ ഒരു വരം കൊടുത്തിരുന്നു. സുപ്രസന്നേന, പ്രസന്നനായ എന്നാൽ അങ്ങനെ ഒരു വരം കൊടുക്കപ്പെട്ടു. തത് വച സത്യം, ഇതൊക്കെ സംസ്കൃത വാക്കുകളാണ്. ആ വാക്കുകൾ സത്യം, കർത്തും അങ്ങനെ ചെയ്യുവാൻ, അങ്ങനെ ആക്കി തീർക്കുവാൻ, ആ കശ്യപ പ്രജാപതിക്ക് കൊടുത്ത വാക്ക് സത്യമാക്കി തീർക്കുവാൻ. ഉദ്യോഗം അദ്യയേവ മേ, ഉദ്യോഗം ഞാനിതാ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു കഴിഞ്ഞു. ആ ഒരു കൊടുത്ത വരം അത് സാധ്യമാക്കുവാൻ ഞാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അദ്യയേവ, ഇതാ ഇന്ന് തന്നെ, അദ്യയേവ മേ, ഞാൻ അതിനുവേണ്ടി മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കശ്യപൻ ദശരഥ നാംന, എന്നെ പ്രാർത്ഥിച്ച ആ കശ്യപ പ്രജാപതി തന്നെയാണ് ഇപ്പോൾ ദശരഥൻ എന്ന പേരുള്ള രാജന്യേന്ദ്രനായി, രാജ അന്യ ഇന്ദ്രനായി.
ഒരു മറ്റൊരു ഇന്ദ്രനെ പോലെ, സ്വർഗത്തിൽ എങ്ങനെ ഇന്ദ്രനോ അതുപോലെ ഇപ്പോൾ ഭൂമിയിലെ ഇന്ദ്രനെ പോലെ അത്രയും നന്നായിട്ട് ആ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു സ്വർഗതുല്യമാക്കി ആ ഒരു രാജ്യത്തെ ആക്കി തീർത്തിരിക്കുന്നു ആ ദശരഥൻ. അതാണ് രാജന്യേന്ദ്രന എന്ന് പറഞ്ഞത്. ഇങ്ങനെ കാശ്യപീതലേ, കാശ്യപി ഭൂമി, ഭൂമിതലേ ഇപ്പോൾ തിഷ്ഠത്യധുന, ഇപ്പോൾ അധുന എന്നാൽ ഇപ്പോൾ, അധുനാ തിഷ്ഠതി ഇപ്പോൾ ഇങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു വിധാതാവേ, അല്ലയോ ബ്രഹ്മാവേ. ഇനി തസ്യ വല്ലഭയാകും അതിഥി, തസ്യ ആ കശ്യപ പ്രജാപതിയുടെ വല്ലഭ ഭാര്യയായിട്ടുള്ള അതിഥി, അതിഥി ദേവി ഇപ്പോൾ കൗസല്യയുമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തസ്യാം ആത്മജനായി, ആ കൗസല്യാദേവിയുടെയും ദശരഥന്റെയും മകനായിട്ട് വന്ന് ഞാൻ ജനിച്ചിടും, ഞാൻ ജനിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൽ സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. എനിക്ക് 3 സഹോദരന്മാരും ഉണ്ടാകും. ഒപ്പം ചിത് സ്വരൂപിണി, ചിത്തായിട്ടിരിക്കുന്ന പ്രകാശമായിരിക്കുന്ന പ്രകാശസ്വരൂപിണിയായ മമ ശക്തിയാം വിശ്വേശ്വരി, എൻ്റെ തന്നെ ശക്തിയായിട്ടിരിക്കുന്ന ആ വിശ്വത്തിൻ്റെ ഈശ്വരി, ഈ ലോകജനനി യോഗമായാദേവി, ആ മായാദേവി ജനകാലയെ വന്ന് ആ ജനകരാജാവിൻ്റെ കൊട്ടാരത്തിൽ കീകസാത്മജ കുലനാശകാരിണിയായി, കീകസാത്മജ, ആത്മജ കീകസൻ കൈകസിയുടെ മകനായിട്ടുള്ള ആ രാവണന്റെ കുലം, ആ കുലത്തെ നാശകാരിണിയായി, കുലത്തെ നശിപ്പിക്കുന്നത് തന്നെ ആ സീതാദേവി, ഇവിടെ സീത എന്ന് പേര് പറഞ്ഞിട്ടില്ല, ജനകജയുടെ കാരണമായിരിക്കും ഞാൻ ആ കുലം തന്നെ നശിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ആ ദേവി മേദിനി തന്നിൽ അയോനിജയായി ഉണ്ടായി വരും. മേദിനി ഭൂമി തന്നിൽ അയോനിജയായി, ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ യോനിജന്മാർ എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ജനിക്കാതെ അല്ലാതെ ചില ദിവ്യഗർഭങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ പറയുന്നതാണ് അയോനിജന്മാർ, ഒരു സ്ത്രീയിൽ നിന്ന്, സ്ത്രീ പ്രസവിക്കാതെ ജനിക്കുന്നവർ. അങ്ങനെ ഈ ദേവി അയോനിജയായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുക. ഇനി ആദിതേയന്മാർ, ആദിതേയന്മാർ എന്നാൽ അതിഥിയുടെ മക്കളാണ് ദേവന്മാർ. ആ ദേവന്മാർ കപിവീരരായി പിറക്കേണം, മർക്കടശ്രേഷ്ഠരായിട്ട് അവരാണ് പിറക്കേണ്ടത്. അവരൊക്കെ അവരുടെ അംശാവതാരമായിട്ട് ആ കപിവീരരായി പിറക്കണം. മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ട് ഉണ്ടായൊരു വേദന തീർപ്പൻ എന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ. ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഇങ്ങനെ പിറന്നിട്ട് മേദിനി ദേവിയുടെ, ഇപ്പോൾ ഭൂമിദേവിക്ക് അനുഭവപ്പെടുന്ന അതിഭാരം കൊണ്ട് ഉണ്ടായ ആ ഒരു വേദന, അത് തീർക്കാൻ എന്നാൽ ഞാൻ അത് തീർക്കും. ഇവിടെ എന്നാൽ എന്നതുകൊണ്ട് ബൈ മീ, എന്നാൽ അത് തീർക്കപ്പെടും എന്ന് അരുൾ ചെയ്തു നാഥൻ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ അവരെ ആശ്വസിപ്പിച്ചു. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. അപ്പോൾ നാഥൻ വേദനായകനെയും അയച്ച് മറഞ്ഞപ്പോൾ, അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ വേദനായകനായ നാഥൻ ഭഗവാൻ മഹാവിഷ്ണു മറഞ്ഞു, അങ്ങനെ അപ്രത്യക്ഷനായി. അപ്പോൾ വേദാവും ബ്രഹ്മാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ഭഗവാൻ പോയതിനു ശേഷവും ആ ഒരു നന്ദി സൂചകമായിട്ട് ഭഗവാനെ ഭക്തിയോടെ നമസ്കരിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആദിതേയന്മാരെല്ലാം, ആദിതേയന്മാർ ദേവന്മാർ എല്ലാവരും ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി.
ആശ എന്നാൽ ദിക്ക് എന്നർത്ഥം. അപ്പോൾ ആദിനായകനായിട്ടുള്ള ഭഗവാൻ മറഞ്ഞുപോയ, അപ്രത്യക്ഷമായി പോയ ആ ദിക്കിലേക്ക് തന്നെ നോക്കിയിട്ട് ഈ ദേവന്മാരെല്ലാം ആധിയൊക്കെ തീർന്നു. ഭഗവാൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തതോടെ തന്നെ എല്ലാ വിഷമങ്ങളും മാറി. അങ്ങനെ ഖേദവും അകന്ന് ഉള്ളിലെ എല്ലാ ഖേദവും മാറി പ്രീതി പൂണ്ട് ഉടനുടൻ അങ്ങനെ മനസ്സിൽ വളരെയധികം സന്തോഷത്തോടെ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. അവിടെ മേദിനി എന്നാൽ ആ നിലത്ത് എന്നർത്ഥം. അവിടെ പാലാഴിക്കരയിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അവിടെയുള്ള ആ നിലത്ത് തന്നിൽ വീണ് നമസ്കാരവും ചെയ്താർ. കാരണം ഭൂമിദേവി ഗോരൂപയായിട്ട് ഇവരുടെ കൂടെയുണ്ട്. അങ്ങനെ ആ ഗോരൂപം ധരിച്ച് അവരുടെ കൂടെയുണ്ടായ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേധാവും അങ്ങനെ ഭൂമിദേവിയോട് ചോദിച്ചു, ഇപ്പോൾ ആശ്വാസമായില്ലേ? ഭഗവാൻ പറഞ്ഞതൊക്കെ കേട്ടുവല്ലോ. ഇങ്ങനെ വേധാവ് ദേവകളോട് അരുളി ചെയ്താൻ ഏവം. ഇനി ബ്രഹ്മാവ് തൻ്റെതായ രീതിയിൽ ഒരു നിർദ്ദേശം ആ ദേവന്മാർക്ക് കൊടുക്കുകയാണ്. ദാനവ അരാതി, ദാനവന്മാർ അസുരന്മാരുടെ അരാതി ശത്രുവായിട്ടുള്ള കരുണാനിധി ലക്ഷ്മീപതി, കരുണാനിധിയായിട്ടുള്ള ആ ലക്ഷ്മീപതി ശ്രീ ഭഗവാൻ മാനവപ്രവരനായി, മനുഷ്യവംശത്തിൽ തന്നെ ഏറ്റവും ഉത്തമനായ ഒരു പുരുഷനായി വന്നവതരിച്ചിടും. ഇനി എവിടെയാണ് അവതരിക്കാൻ പോകുന്നത്? വാസരാധീശ അന്വയേ. വാസര അധീശൻ, വാസരം ദിവസം, ദിവസങ്ങളുടെ അധീശൻ ദേവൻ, അല്ലെങ്കിൽ അവരുടെയൊക്കെ അധീശനായിട്ടുള്ളത് സൂര്യനാണ്. ആ അധീശനായ സൂര്യന്റെ അന്വയം എന്നാൽ വംശം, കുലം എന്നൊക്കെ അർത്ഥം. അപ്പൊ സൂര്യവംശത്തിൽ സാദരം അയോധ്യയിൽ ആ സൂര്യവംശത്തിൽ ഭഗവാൻ ജനിക്കും എന്നത് ഇതിന്റെ തുടർച്ചയാണ്. അവിടെ മാനവപ്രവരനായി വന്ന് അവതരിച്ചിടും വാസരാധീശന്വയേ സാദരം അയോധ്യയിൽ. അങ്ങനെ അയോധ്യയിൽ വന്ന് അവതരിച്ചിടും. ഇനി ദേവന്മാരോട് പറയുകയാണ്, വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി. അപ്പോ ഭഗവാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിച്ച് അവരോട് പറയുകയാണ്, ആ വാസവാദികളായിട്ടുള്ള അഷ്ടവസുക്കളും ഒക്കെ ആയിട്ടുള്ള നിങ്ങളെല്ലാ ദേവന്മാരും നിങ്ങളൊക്കെ തന്നെ ആ വാസുദേവനെ പരിചരിക്കാനായിട്ട് അതിനുള്ള അവസരം വരും. അപ്പൊ ഇതൊക്കെ ഒരു തിരക്കഥ പോലെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ വാസുദേവനായിട്ടുള്ള സാക്ഷാൽ ശ്രീനാരായണനെ പരിചരിക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരും. അത് ചെയ്യുവാനായിട്ട് ദാസഭാവേന, നിങ്ങൾ ആ ഭഗവാനെ ദാസഭാവേന പരിചരിക്കാനുള്ള ആ ഒരു കാത്തിരിപ്പോടെ ഭൂമിമണ്ഡലേ പിറക്കണം. നിങ്ങളെല്ലാവരും ഭഗവാൻ പറഞ്ഞതുപോലെ ആ മർക്കടശ്രേഷ്ഠരായിട്ട് നിങ്ങളുടെയൊക്കെ അംശം അങ്ങനെ അവതരിക്കണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാന വീരന്മാരോട് യുദ്ധം ചെയ്വതിന്. എന്തിനാണ് അങ്ങനെ ജനിക്കുന്നത്? മാനിയായിട്ടുള്ള, ദുരഭിമാനി എന്ന് തന്നെ പറയാം, ദുരഭിമാനിയായിട്ടുള്ള ആ ദശാനനന്റെ, രാവണന്റെ ഭൃത്യന്മാരാകും യാതുദാന വീരന്മാരോട്, അവരുടെ ഭൃത്യന്മാരായിട്ടുള്ള ആ രാവണന്റെ ഭൃത്യന്മാരായിട്ടുള്ള യാതുദാന വീരന്മാർ, രാക്ഷസ വീരന്മാർ, അവരോട് യുദ്ധം ചെയ്യുവതിന്, അവരോട് യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരം വരുന്നതാണ്. അതിനായിട്ട് ഓരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും, അപ്പൊ എവിടെയാണ് ജനിക്കേണ്ടതെന്ന് പറയാണ്, ഓരോ കാനനത്തിലെയും ഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ, ഓരോ ഗിരി പർവ്വതങ്ങൾ, ഗുഹാദ്വാരം, വൃക്ഷങ്ങൾ, ഇവിടെയൊക്കെ ആയിട്ട് വാനരപ്രവരന്മാരായേതും വൈകിടാതെ നിങ്ങൾ ആദ്യമേ പോയി ജനിക്കണം എന്നർത്ഥം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കും. അതിനു മുന്നേ, അതായത് വൈകിടാതെ, ഒട്ടും വൈകരുത്. ഇപ്പോൾ തന്നെ നിങ്ങളൊക്കെ ഓരോ അംശാവതാരമായിട്ട് ഓരോരോ കാട്ടിലായിട്ട് നിങ്ങൾ പോയി മർക്കടശ്രേഷ്ഠരായിട്ട് ജനിക്കണം.
സുത്രാമാദികളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനം അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. ഇങ്ങനെ സുത്രാമാദികളോട്, ആ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരോട് പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവ് നിജഭർത്തൃശാസനം, നിജഭർത്തൃ എന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവ്, തൻ്റെയും സംരക്ഷകൻ ഈശനായിട്ടുള്ള ആ മഹാവിഷ്ണു പറഞ്ഞ ശാസനം, ആ ഒരു നിർദ്ദേശം ഈ ദേവന്മാരോട് അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. താൻ ചെയ്ത കാര്യങ്ങൾ കൃതം എന്ന് വെച്ചാൽ ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനുണ്ടാവുന്ന തൃപ്തി, അതാണ് കൃതാർത്ഥത. അങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ ബ്രഹ്മാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃതാർത്ഥനായിട്ട് പിന്നീട് സത്യലോകവും പുക്കു. തിരിച്ച് ബ്രഹ്മാവ് തൻ്റെ സത്യലോകത്തിലേക്ക് പോയി. സത്വരം ധരിത്രിയും, അപ്പോൾ ഭൂമിദേവിയായിരുന്നു പ്രധാനമായും നിവേദനം അറിയിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ധരിത്രിയും ആ ഭൂമിദേവിയും അസ്തസന്താപം, സന്താപം അസ്തമാവുക, അസ്തമിക്കുക, ഇല്ലാതായിട്ട് അതിസ്വസ്ഥയായി. തീർച്ചയായും സന്താപം അവസാനിക്കുമ്പോൾ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും. അങ്ങനെ ആ ധരിത്രിയും മരുവിനാൾ, അങ്ങനെ സ്വസ്ഥയായി മരുവിനാൾ അങ്ങനെ ആയിത്തീർന്നു. പിന്നീട് പറയുന്നു തത്കാലേ, അങ്ങനെ ഇരിക്കെ ഇവരൊക്കെ ഓരോരുത്തരായി ഭൂമിയിലേക്ക് വരികയാണ്. ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. ഇവിടെ ഹരി എന്ന ഒരു വാക്കിന്റെ നാനാർത്ഥങ്ങൾ ഈ ഒരു 4 വരിയിലായിട്ട് എഴുത്തച്ഛൻ പ്രയോഗിച്ചിരിക്കുകയാണ്. ഹരിപ്രമുഖന്മാരാം, ഈ ഹരി എന്നതിന് ഇന്ദ്രൻ എന്നർത്ഥം. ഇന്ദ്രപ്രമുഖന്മാരായിട്ടുള്ള വിബുധന്മാർ, ദേവന്മാർ ഒക്കവേ ഹരിരൂപധാരികളായാരല്ലോ. ഈ ഹരിക്ക് മർക്കടൻ എന്നർത്ഥം. മർക്കട രൂപം ധരിച്ചുകൊണ്ട് അവരൊക്കെ നേരത്തെ ബ്രഹ്മാവ് പറഞ്ഞതുപോലെ ഓരോരോ കാനനത്തിലൊക്കെ ആയിട്ട് അങ്ങനെ ജനിച്ചു. എന്തിനു വേണ്ടി ജനിച്ചു? മാനുഷഹരി സഹായാർത്ഥമായി. മാനുഷഹരി, ഇവിടെ ശ്രീഹരി, സാക്ഷാൽ ശ്രീനാരായണൻ എന്നർത്ഥം. അപ്പോൾ ഈ ഹരിക്ക് ഭഗവാന്റെ പേരാണ് മാനുഷഹരി. മനുഷ്യനായി ജനിക്കാൻ പോകുന്ന സാക്ഷാൽ ശ്രീഹരിയായിട്ടുള്ള നാരായണന്റെ സഹായാർത്ഥമായി തതസ്തതോ, അവിടെയായിട്ട് പല കാടുകളിലായിട്ടാണ് ഇവരൊക്കെ ജനിക്കുന്നത്. എങ്ങനെ ജനിച്ചു എന്ന് പറയുന്നു, ഇവരുടെ ആ ഒരു പരാക്രമത്തെ പറയുന്നു. മാനുഷഹരി സമവേഗ വിക്രമത്തോടെ. ഇവിടെ മാനുഷഹരി എന്നതുകൊണ്ട് ഈ ഹരിക്ക് സിംഹം എന്നർത്ഥം. മുമ്പ് നരസിംഹമായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ എത്രത്തോളം പരാക്രമം ഉണ്ടായിരുന്നുവോ ആ ഒരു സമവേഗ വിക്രമത്തോടെ, ആ ഒരു നരഹരിയുടെ വേഗ വിക്രമത്തോടെ, പരാക്രമത്തോടെ പർവ്വത വൃക്ഷോ പല യോധികളായുന്നത് പർവ്വത തുല്യ ശരീരന്മാരായി അനാരതം. പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, ഇങ്ങനെ പല യോധികൾ എന്ന് വെച്ചാൽ പലയിടത്തായിട്ട്. പർവ്വതങ്ങളിൽ കുറെ പേർ, ചില പേർ വൃക്ഷങ്ങളിൽ, ഇങ്ങനെ പല വഴിക്ക് പല സ്ഥലത്തായിട്ട് പർവ്വത തുല്യ ശരീരന്മാരായി അനാരതം. അനാരതം അവരങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ ജനിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഇവരൊക്കെ പർവ്വത തുല്യ ശരീരന്മാരാണ്, അത്രയും പരാക്രമശാലികളാണ്. ഇങ്ങനെയൊക്കെ അവരൊക്കെ ഭൂമിയിൽ വന്ന് ജനിച്ചു. ജനിച്ചതിന് ശേഷം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി. അങ്ങനെ തങ്ങളുടെ നാഥനായിട്ടുള്ള ദേവനായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീഹരിയെ, ഈശ്വരം, ആ ശ്രീഹരിയെ പ്രതീക്ഷിച്ചുകൊണ്ട്, അതാണ് പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ആ കവിശ്രേഷ്ഠന്മാരൊക്കെ തന്നെ ആ ഭഗവാന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ഭൂവി സുഖിച്ചുവാണാരല്ലോ. അങ്ങനെ തങ്ങളുടേതായ രീതിയിൽ അങ്ങനെ സുഖിച്ച് അവരൊക്കെ കാടുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.